ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്, ഒരു കുഞ്ഞു ട്രിപ്പ്. ഇപ്പോൾ സമയം ഒരു 1:45 മണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ നേരെ മൂന്നാർക്കാണ് കേട്ടോ ഞങ്ങൾ വെച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇന്നേ വരെ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും പോയിട്ടില്ല. എപ്പോഴും കാലത്തേ തന്നെയൊക്കെയാണ് പോവാറ്. അപ്പോൾ സഞ്ജുവൊക്കെ മിക്കപ്പോഴും ഇങ്ങനെയാണ് ടൂർ പോകുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാവും വീട്ടിലുണ്ടാവും, 3 മണിക്ക് ഞാൻ വാഗമണ്ണാന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇക്കായും പിള്ളേരും മാത്രം അങ്ങനെ ഒരു ട്രിപ്പ്. അത് ആദ്യമായിട്ടാണ്. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അടുത്തൊക്കെ കുറേ പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളെപ്പോഴും ഇത്താത്തായും അളിയനും അങ്ങനെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ നേര്യമംഗലം പാലോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വഴിയിലൂടെയുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടുക്കിയിലേക്ക് പോകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ ഇക്കായും കുറേ ഇടുക്കിക്കൊക്കെ പോയിരിക്കണോണ്ട് ആ ഒരു ഓർമ്മയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇപ്പം നല്ലോണം വെള്ളമുണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് KSRTC ബസ്സിലൊരു ട്രിപ്പ് പോയ സമയത്ത് ഇവിടെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പും പിന്നെ ഒരു മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു. പക്ഷെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു നോയ്സൊക്കെ ഉണ്ട്. അതപ്പുറത്ത് നമ്മുടെ ഇലക്ഷൻ്റെ ഇത് വരുന്നതാണല്ലോ, ഇന്ന് റിസൾട്ട് വരുന്നതിനോടനുബന്ധിച്ച് TV കാണുന്നതിൻ്റെയും. അപ്പോൾ എനിക്ക് വേറൊരു വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സമാധാനമായിട്ടൊരു റൂമിൽ വന്ന് അടച്ചിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നേരമൊന്നും അങ്ങനെ കറങ്ങണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണമെന്ന് പറയുന്നത് നമ്മളൊരു ചാനലിൽ അതിനെക്കുറിച്ച് കണ്ടിരുന്നു. അപ്പം നമ്മൾ അടിമാലിയൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാറൊക്കെ എത്താറൊക്കെ ആയപ്പോഴേക്കും ചായ കുടിക്കാമെന്ന് ഓർത്തിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ്. കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും ഞാനും ചിഞ്ചുവൊന്നും കാര്യമായിട്ട് കഴിച്ചില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു തീരുമാനം എടുത്തത്. അപ്പോഴേക്കും പിന്നെ വിശപ്പൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അവിടെ ഇറങ്ങി. അപ്പം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. അധികം ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡ് മലകളും വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സഞ്ജു ബജിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചായക്കടയുടെ അടുത്തായിട്ട് നിർത്തി. അവിടെ നിന്നും നല്ല വ്യൂ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിരുന്നു. മാഷാ അല്ലാ. അപ്പം നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരുപാട് സംസാരിക്കാനായിട്ടുള്ള കുറേ ടൈം കിട്ടും. നമുക്ക് പിള്ളേരായിട്ടും നമ്മൾക്ക് പരസ്പരമാണെങ്കിൽ സംസാരിക്കാനായിട്ടുള്ള ഒരുപാട് ടൈം കിട്ടും. നമ്മൾ വേറെ ഫാമിലി എല്ലാവരുമായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കുറവായിരിക്കും. അതും വേറൊരു രസമാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുടയും റെയിൻകോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് യൂസ് ഇല്ലാത്ത സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊന്നും എടുത്തില്ല. പിള്ളേർ പറഞ്ഞു നമുക്ക് നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വാങ്ങിയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോഴും മഴയുടെ കാര്യം ചിന്തിക്കാത്തത് കൊണ്ട് പിന്നെ കുടയും റെയിൻകോട്ടും ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറി. അപ്പോൾ ആദ്യം 60 രൂപയാണ് ടിക്കറ്റ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ സംഭവം 100 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് കയറാനുള്ള എൻട്രി പാസ് 100 രൂപയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയുടെ ടിക്കറ്റ്. അപ്പോൾ രാത്രി 9 മണി വരെയാണ് ഇവിടെ സമയമുള്ളത്. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ സമയമുണ്ട്. രാവിലത്തെ സമയം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. രാത്രി എന്തായാലും 9 മണി വരെ സമയമുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവം. നിറച്ചും പച്ചപ്പും വലിയ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വേറൊരു ഭംഗിയാണ്. ഒരുപാട് ചെടികളും നല്ല രസമാണ്. അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ബസ്സിനൊക്കെ വന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്പേസുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കങ്ങനെ
തിരക്കറിയാത്തത്. അപ്പം ഞങ്ങൾ ചിഞ്ചുവിന് റീൽസൊക്കെ എടുക്കാനായിട്ടൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അവിടെ അവൾ റീൽസൊക്കെ എടുത്തു. അപ്പം അവിടെ നമുക്ക് സത്യത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴെങ്ങും പോകണ്ടെന്ന് തോന്നിപ്പോവും. അത്രയും ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഞങ്ങൾ എന്നാലും അത്യാവശ്യം സമയം അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. ഒരുപാട് ചെടികൾ, നമ്മൾ ഇതുവരെ കാണാത്ത സൈസ് ഒരുപാട് ചെടികളും പൂക്കളും. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മളവിടെ പോയി കണ്ട് തന്നെ ആസ്വദിക്കണം. നമ്മൾ എത്ര പറഞ്ഞാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ആസ്വദിച്ച ആളുകളുടെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടില്ല. കാരണം അത്ര ഭംഗിയാണ്. അപ്പോൾ ഒരുവിധം ഇരുട്ടായപ്പോഴേക്കും ഞങ്ങൾ 6 മണിക്ക് മുൻപായിട്ട് തന്നെ അവിടെ കയറി. പിന്നെ ഒരുവിധം ഇരുട്ടൊക്കെ ആയി വന്നപ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോഴും ഇങ്ങനെ നൂലുമഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊരു രസമായിരുന്നു. ഞങ്ങൾക്കതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല. മഴയാണല്ലോ, നനയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു സുഖമുള്ളൊരു തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പേ വരായിരുന്നു എന്ന് തോന്നി. അപ്പം നമുക്കൊരു സമാധാനമായിട്ടൊക്കെ നിൽക്കാമല്ലോ. പിന്നെ ഒരാൾക്ക് മാത്രമാണ്, കിച്ചുവിന് മാത്രമേ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് മതിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സത്യമാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ പറഞ്ഞിട്ടും മതിയാവുന്നില്ല. കാരണം അത്രയും ഹാപ്പി ആയിരുന്നു. മാഷാ അല്ലാഹ്. ഒന്നാമത് ഞങ്ങൾ 5 പേര് കൂടിയിട്ട് പോകുന്നൊരു സന്തോഷം. പിന്നെ ആ സ്ഥലം നല്ല രസമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ഏകദേശം 7:30 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ മറ്റേ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ തുടങ്ങും. അവിടെ കംപ്ലീറ്റ് ആൾക്കാരും ഡാൻസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ പിള്ളേരും മിക്കായൊക്കെ ഡാൻസ് ചെയ്തപ്പോൾ അതിങ്ങനെ വീഡിയോയൊക്കെ ഇട്ടതായിരുന്നു. അപ്പോഴേക്കും ഏകദേശം എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.